ദൈവത്തിന് സ്തുതി. നമുക്ക് പലപ്പോഴും തെറ്റാന്ന ബോധ്യമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ടെംപ്റ്റേഷൻസ് വരാറില്ലേ? ഒരു പ്രലോഭനം വരാറില്ലേ? ഒരു പുഷ് വരാറില്ലേ? ടെംപ്റ്റേഷനാണത്. അത് പാപത്തിലേക്ക് വഴി നടത്തുന്ന പ്രലോഭനങ്ങളാണ്. തെറ്റാന്ന് അത്ര ബോധ്യമായിട്ടുള്ള കാര്യങ്ങൾ വരെ നമുക്ക് ചെയ്യാനായിട്ട് നമ്മൾ തിന്മയിലേക്ക് അറിയാതെ വീണു പോകുന്നൊരവസ്ഥ. നമുക്ക് നമ്മുടെ പഴയ നിയമത്തിലെ നിനവയിലേക്ക് പോയ നമ്മുടെ പ്രവാചകനെ പറ്റി പറയാം. യോനോട് ദൈവം പറഞ്ഞു നിനവയിൽ പോയി അവർ മക്കളോട് പ്രസംഗിക്കാനായിട്ട്. പക്ഷെ അദ്ദേഹത്തിന് അങ്ങോട്ട് പോകാനായിട്ട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മനസ്സോടെ നിൽക്കുന്ന സമയത്ത് ആ സാഹചര്യങ്ങൾ പോലും ആ ടെംപ്റ്റേഷന് സപ്പോർട്ടായിട്ട് വന്നു. തർശീശിലേക്കാണ് കപ്പൽ വന്നത്. തർശീശിലേക്ക് കയറിപ്പോയി. പിന്നെ നമുക്ക് എല്ലാവർക്കും കഥയിലെ ബാക്കി അറിയാം. നിനവയിലേക്ക് എത്ര പാടുപെട്ടിട്ടാണ് അദ്ദേഹം തിരിച്ചു വന്നത് എന്നുള്ളത്. എന്നാൽ പഴയ നിയമത്തിൽ തന്നെ മറ്റൊരു വ്യക്തിയാണ് ഇയ്യോബ്. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത്, പരീക്ഷിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ വന്ന് അദ്ദേഹത്തിനോട് പറയുകയാണ്, ഈ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് മരിച്ചൂടെ? ആ ഒരു വാചകത്തിൽ പോലും അദ്ദേഹം ടെംപ്റ്റഡ് ആയില്ല. അദ്ദേഹം പ്രലോഭനപ്പെട്ടില്ല. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം മറികടന്നു. നിനവയിലെ യോനയ്ക്ക് പറ്റിയ ആ ഒരു ടെംപ്റ്റേഷൻ ഇവിടെ യോബിന് സംഭവിച്ചില്ല. യോബ് ദൈവ ആശ്രയത്തിൽ മറികടന്നു. ഇതെല്ലാം പഴയ നിയമത്തിലെ കാര്യങ്ങൾ. ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരാം. നമ്മുടെ കർത്താവിന്റെ കാര്യങ്ങൾ തന്നെ എടുക്കാം. കർത്താവ് പരീക്ഷിക്കപ്പെട്ടു, വചനത്തിൽ വിജയിച്ചു വന്നു. എന്നാൽ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് കർത്താവ് ശിഷ്യന്മാരും കൂടെ ഇരിക്കുമ്പോൾ കർത്താവ് തന്റെ പീഡാസഹനത്തിനെ പറ്റി മുൻകൂട്ടി പറയുകയാണ്. ആ സമയത്ത് പത്രോസ് പറയാണ്, ഇല്ല കർത്താവേ, ഞങ്ങൾ ഈ പീഡയ്ക്ക് അങ്ങേ വിട്ടുകൊടുക്കില്ല. ആ ഒരു സമയത്ത് കർത്താവ് തിരിച്ചറിഞ്ഞു ഒരു പ്രലോഭനത്തെ. പത്രോസിന്റെ നാവിലൂടെ വന്ന ആ പ്രലോഭനത്തെ കർത്താവ് തിരിച്ചറിഞ്ഞു. കർത്താവ് പത്രോസിനോട് പറയാണ്, തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യനാണ് പത്രോസ്. പത്രോസിനോട് പറയാണ്, പോ പിശാചേ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. അതിലൂടെ കർത്താവ് അതിലും വിജയിച്ചു. കർത്താവ് വളരെ സീരിയസ് ആയിട്ടും വളരെ ഗൗരവത്തോടെയുമാണ് ഈ ടെംപ്റ്റേഷൻസിനെ നേരിട്ടത്. നമ്മളോട് കർത്താവ് പറയാണ്, വളരെ ഗൗരവത്തോടെ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പരീക്ഷകളിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ എന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനയിലും കർത്താവ് അത് ഉൾപ്പെടുത്തി. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പ്രലോഭനത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ. നമ്മൾ ഡെയിലി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, പ്രലോഭനത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തരുതേ. ആമേൻ.